വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജൂലൈ 2-ന് ആലപ്പുഴ ജില്ലയിൽ ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധ പ്രകടനവും കളക്ടറേറ്റ് ധർണയും നടത്തുമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂലൈ 2-ാം തീയതി ചൊവ്വാഴ്ച ജില്ലയിലെ ഭക്ഷണോൽപാദന വിതരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും അടച്ചിട്ടുകൊണ്ട് ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കലിലേക്ക് ഒരു മാർച്ചും ധർണയും നടത്തുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ 2 മാസക്കാലമായി നമ്മുടെ ജില്ലയിലെ ഹോട്ടൽ മേഖല വല്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷിപ്പനി എന്ന വിപത്തിലൂടെ ഹോട്ടലുകളിൽ ചിക്കൻ വിഭവങ്ങൾക്ക് കൊണ്ടുവന്ന നിരോധനമാണ് അതിൽ പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഞങ്ങളുടെ സ്ഥാപനങ്ങൾ ഞങ്ങൾക്ക് അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ചിക്കനെങ്കിലും ഉപയോഗിക്കുവാനുള്ള അനുമതി തരണം എന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന. ജൂലൈ 2-ന് ആലപ്പുഴ ജില്ലയിൽ ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധ പ്രകടനവും കളക്ടറേറ്റ് പടിക്കൽ ധർണയും നടത്തുമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ സ്ഥാപനങ്ങളും അടച്ച് കളക്ടറേറ്റിന് മുന്നിൽ ധർണ സംഘടിപ്പിക്കും. അവശ്യ സാധനങ്ങളുടെ വിലവർദ്ധനവ് തടയുവാൻ സംസ്ഥാന സർക്കാർ പൊതുവിപണിയിൽ ഇടപെടുക, പക്ഷിപ്പനിയുടെ പേരിൽ ജില്ലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന അശാസ്ത്രീയമായ ചിക്കൻ നിരോധനം പിൻവലിക്കുക, അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ചിക്കനുകൾ ഉപയോഗിക്കുവാൻ എങ്കിലും അനുമതി നൽകുക, ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് വ്യാപാരികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഉടൻ പരിഹരിക്കുക, പഞ്ചായത്ത് മുനിസിപ്പൽ ലൈസൻസുകൾ പുതുക്കി നൽകുക, GSTയുടെ പേരിൽ ഹോട്ടലുകളിലും വീടുകളിലും അനാവശ്യമായി നടത്തുന്ന ഉദ്യോഗസ്ഥ പീഡനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. 2-ാം തീയതി രാവിലെ 10 മണിക്ക് ആലപ്പുഴ ടൗൺ ഹാളിന് സമീപത്തു നിന്നും ആരംഭിക്കുന്ന പ്രതിഷേധ പ്രകടനം കളക്ടറേറ്റിന് മുന്നിൽ എത്തിച്ചേരുമ്പോൾ നടത്തുന്ന ധർണ സംസ്ഥാന പ്രസിഡന്റ് G. ജയപാലൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് മനാഫ് S. കുബാബ അധ്യക്ഷത വഹിക്കും. ജില്ലാ സംസ്ഥാന നേതാക്കൾ യോഗത്തിൽ സംബന്ധിക്കും. ജില്ലാ പ്രസിഡന്റ് മനാഫ് S. കുബാബ, സെക്രട്ടറി നാസർ P. താജ് തുടങ്ങിയവർ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു.